ഈവൻ കുട്ടികൾക്കും പാരൻസിനും പറ്റുന്നില്ല, കുട്ടികൾക്ക് മാത്രമല്ല. 1 or 2 years into the course നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പാത്ത് അല്ല, ദാറ്റ് ഇസന്റ് ഫിറ്റ് ഫോർ മീ. ഈ ഒരു ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആണ്. സീറ്റിന്റെ ഡിസൈഡ് കോളേജ് ഇതൊരിക്കലും നമ്മുടെ ലൈഫിന്റെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. പിയർ പ്രഷർ കാരണം റോങ് കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും? ജീവിതത്തിൽ വിജയം അസസ് ചെയ്യുന്നത് എപ്പോഴും ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ ഇൻ ലൈഫ്, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ ടു ഫെയിൽ ഇൻ ലൈഫ്. ഹായ് ഡോക്ടർ. ഹായ്. 12th എക്സാംസ് ഇപ്പോൾ കഴിഞ്ഞു, അതേപോലെ കോളേജിലേക്കൊക്കെ ഇങ്ങനെ കയറുന്ന ഒരു ടൈമാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ മൈൻഡിലുള്ള ഒരു നോർമൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ കരിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കുറേ ഡൗട്ട് ഉണ്ട്. നമ്മൾ നമ്മുടെ പാഷനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്ന് പറയും. ഒരു പാഷനെ എങ്ങനെ ഒരു സക്സസ്ഫുൾ കരിയർ ആക്കാം? പാഷനെ ഫോളോ ചെയ്യുന്ന സമയത്ത് സൊസൈറ്റി, റിലേറ്റീവ്സ്, പാരൻസിനൊക്കെ സൈഡിൽ നിന്ന് പ്രഷർ ഉണ്ടാവും. ഹൗ ഡു വി മാനേജ് ദാറ്റ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി? ദ സീസൺ ഓഫ് മാർച്ച്, ഏപ്രിൽ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മാത്രമല്ല നാട്ടുകാരെയും ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പരീക്ഷ കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതിൽ ആ ഒരു ആൻസർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഘടന മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നത് 2 പാർട്ടായിട്ടാണ്, റൈറ്റ് ബ്രെയിൻ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ബ്രെയിനാണ് നമ്മുടെ ഒരു പെൻ ആൻഡ് പേപ്പർ, എക്സാം പഠിക്കുക, മാർക്ക് എഴുതുക, അതിനെ ഡിസൈഡ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ബ്രെയിനാണ്. റൈറ്റ് സൈഡ് ബ്രെയിനാണ് മറ്റുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ പറയുന്ന പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, റീഡിങ്, റൈറ്റിംഗ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള വേറെ കുറേ കഴിവുകൾ ഡിസൈഡ് ചെയ്യുന്നത് റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കരിക്കുലം അസസ് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ആണ്. ജീവിതത്തിൽ വിജയം അസസ് ചെയ്യുന്നത് എപ്പോഴും ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അല്ലാതെ ഒരിക്കലും ഒരു ലെഫ്റ്റ് സൈഡ് മാത്രമല്ല. നമ്മൾ ഏത് കോഴ്സ് എടുത്താലും ഈക്വലി ഗുഡാണ്. അതാണ് ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് ചെയ്താലാണ് ഐ ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ എന്നുള്ളത് നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് തിങ് ഈസ് ഐഡൻറ്റിഫൈ ദെയർ ലൈക്ക് ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ജസ്റ്റ് ഒരു പെൻ ആൻഡ് പേപ്പറിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദേ ആർ ഗോയിങ് ടു ബി എ ഫെയിലിയർ എന്നുള്ളത്. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈ ടു ഐഡൻറ്റിഫൈ വാട്ട് എക്സാക്ട്ലി ഫിറ്റ്സ് യു. ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, 10 years ഡൗൺ ദ ലൈൻ ഞാൻ ഈ പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം ഞാൻ ഹാപ്പി ആയിരിക്കുമോ എന്ന് ആലോചിക്കുക. നമുക്ക് ഒപ്പീനിയൻ എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് യു ഷുഡ് ബി ദ വൺ ഹു ഷുഡ് ഡിസൈഡ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഫ്രം ദ പ്രഷർ ഓഫ് അതേഴ്സ്. ഇപ്പം നമ്മൾ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് പല സമയത്തും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ സിബ്ലിങ്സ്, ഇവരുടെ സൈഡിൽ നിന്നെല്ലാം ഇവർ ഓൾറെഡി ഒരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പിയർ പ്രഷറൊക്കെ കാരണം തന്നെ നമുക്ക് വേണ്ടാത്തൊരു കരിയർ പാത്തിലേക്ക് പല കുട്ടികളും കയറി ചെല്ലുന്നുണ്ട്. ഇപ്പം പാരൻസ് ആണെങ്കിൽ JEE, NEET ഇതേപോലുള്ള മേജർ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ഡോക്ടർ ആവുക, ഒരു എഞ്ചിനീയർ. ചില സമയത്ത് ഈ ഒരു 2 ഓപ്ഷനാണ് പല വീട്ടുകാരും കൊടുക്കുന്നത് കുട്ടികളിലേക്ക്. അപ്പം ഇങ്ങനെയുള്ള ഈ പിയർ പ്രഷർ കാരണം കുറേ കുട്ടികൾ റോങ് കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ അതിന് ഞാൻ എല്ലാ ടീച്ചേഴ്സിനോടും അതുപോലെ പാരൻസിനോടും എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ മാർക്സ് അല്ലെങ്കിൽ റാങ്ക് അല്ലെങ്കിൽ ഒരു സീറ്റിൻ്റെ ഡിസൈഡ് കോളേജ് ഇതൊരിക്കലും നമ്മുടെ ലൈഫിൻ്റെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് എ റോ ടു മേക്ക് എസ് ഹാപ്പി. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും വലിയ കൺസെപ്റ്റ്. അതായത് ഞാൻ നീറ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ IIT JEEയിൽ ടോപ്പ് ആയതുകൊണ്ടോ ദ എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഹാപ്പി ആവണം എന്നില്ല. ആ വ്യക്തി എത്രയൊക്കെ പാരൻസ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടെങ്കിലും ദേ ഷുഡ് തിങ്ക് ദാറ്റ് വെദർ ഐ ഷുഡ് ബി ഹാപ്പി എന്നുള്ളത്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റും? അവർ മെനു കാർഡ് തരും അല്ലേ? മെനു കാർഡ് തന്നിട്ട് അവർ പറയുമോ ഇന്നത് ഓർഡർ ചെയ്യണമെന്ന് അവർ പറയില്ലല്ലോ. നമ്മൾ ചോദിക്കും വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഫോർ ദ ഡേ. അപ്പോൾ അവർ പറയും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത്. എന്നാലും അവർ പറയില്ല അത് ഓർഡർ ചെയ്യൂ എന്ന് പറയില്ലല്ലോ. ഇല്ല, നമ്മുടെ ഡിസിഷനാണ് വാട്ട് ടു ഓർഡർ എന്നുള്ളത് അല്ലേ? ഓപ്ഷൻസ് ആ കുട്ടിയെ ധരിപ്പിക്കുക, പ്രോസ് ആൻഡ് കോൺസ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം he or she should be the one who should choose the course or you should not force into a curriculum. ഇപ്പം നമ്മളൊരു കരിയർ പാത്ത് ചൂസ് ചെയ്തു ഓർ എ കോഴ്സ്, ആൻഡ് അത് നമ്മളൊരു 1 or 2 years into the course നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പാത്ത് അല്ല, ദാറ്റ് ഇസന്റ് ഫിറ്റ് ഫോർ മീ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആംബിവാലൻസ് ആണ് തന്നെ പറയുക. അതൊരു ഡിസിഷൻ എടുക്കാനും പറ്റില്ല അവർക്ക്. പലപ്പോഴും അവർ പറയും എനിക്ക് ഈ കോഴ്സ് ഇഷ്ടമല്ല, എനിക്ക് എന്നാൽ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല, എൻ്റെ 2 കൊല്ലം പോയോ എന്നുള്ളത്. സോ അതിൽ നിങ്ങൾ പറയുന്ന പോലെ ഇറ്റ്സ് ലിറ്റിൽ ട്രിക്കി. ഇപ്പോൾ എനിക്ക് ഒരു സിംഗിൾ ആൻസർ എനിക്ക് അവിടെ പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാർ 1% ആൾക്കാരായിരിക്കുള്ളൂ.
അല്ലേ? 12th കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സിൽ നമ്മൾ വന്ന് ഇഷ്ടപ്പെട്ട കാര്യം 100% കിട്ടുന്ന ആൾക്കാർ 1% ആയിരിക്കുള്ളൂ. അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ 100% പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ എല്ലാ സ്പിയറിലും നമുക്ക് എന്താ പറയുക ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ ഒരു ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആണ്. പലപ്പോഴും ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് വിൽ നോട്ട് മാച്ച് വിത്ത് റിയാലിറ്റി. അപ്പോൾ പലപ്പോഴും ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തീരുമാനിച്ചത്? അപ്പോൾ ഇന്നാളൊരു കുട്ടി ഉണ്ടായിരുന്നു, ഹി വാസ് ഡൂയിങ് പൈലറ്റിൻ്റെ ഒരു കോഴ്സ് ആയിരുന്നു. സോ ഇനീഷ്യലി ഒരു 1 to 2 years they will not allow to fly. His decision was that from day one that he will fly എന്നുള്ളതാണ്. And he didn't like the course. സോ ബേസിക്കലി ഇത് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ആ ഒരു മിസ്മാച്ച് പലപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു സിറ്റ് ആൻഡ് ഡിസ്കസ്. സോ വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ്? നിങ്ങൾക്ക് എന്താണ് റിയലി നിങ്ങൾ ആ കോഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്? കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അടുത്ത കോഴ്സ് പോയാലും ഈ വിൽ ബി ഹാപ്പി എന്നുള്ളത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്? എനിക്കിഷ്ടമാണ്, പക്ഷേ അക്കാഡമിക്കലി എനിക്ക് തീരെ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഓക്കെ. ബട്ട് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഒരു മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് നമുക്കൊരു സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ കണ്ടിട്ട് ഇഫ് റിക്വയർഡ് അതൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല കുട്ടികൾക്കും ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതാണ്. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇൻ ദിസ് ഇറ ദ ഡിസിഷൻസ് ആർ ഇമ്പൾസീവ്. ദേ വിൽ നോട്ട് തിങ്ക് ട്വൈസ്. അല്ലെ, എനിക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വിൽ ടേക്ക് എ ഡിസിഷൻ. സോ അതർ ടേക്കിംഗ് ഇമ്പൾസീവ് ഡിസിഷൻ യു ഷുഡ് ടോക്ക് വിത്ത് യുവർ ടീച്ചേഴ്സ്, യുവർ സീനിയേഴ്സ് ആൻഡ് ഇഫ് റിക്വയർഡ് സീക്ക് ഹെൽപ്പ് ഫ്രം അസ്. നമ്മളൊരു കരിയർ പാത്ത് ചൂസ് ചെയ്തു. ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു കോഴ്സിന് വേണ്ടി പോകുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പെർസ്യൂയിങ് MBBS ഓർ എഞ്ചിനീയറിംഗ്. അത് ഭയങ്കര ഒരു കോമൺ ആയിട്ടുള്ള ഒരു കരിയർ പാത്താണിപ്പോൾ. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി വേറൊരു കരിയർ പാത്ത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മേ ബി ഒരു 2-3 months ഇൻ ദ കോഴ്സ് ചെറിയ ഇൻകൺവീനിയൻസ് നമുക്ക് വരുമല്ലോ. മേ ബി മാർക്സ് കുറയാം, ഓർ ടീച്ചേഴ്സ്, കോളേജ് നമ്മൾ അപ്സെറ്റ് ആവും. അതിൽ നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ പേരൻസിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വളരെ കോമൺ ആണല്ലോ. അതിന് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? See, first thing to all the youngsters, those who are watching this, or to all parents, എനിക്കൊരു ഇൻഫർമേഷൻ തരാനുള്ളത്, ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ ഇൻ ലൈഫ്. ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ ടു ഫെയിൽ ഇൻ ലൈഫ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഇപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു, ഒരു ഇൻറ്റേർണൽ എക്സാം ഫെയിൽ ചെയ്തു, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഡസൻ ജഡ്ജ് എൻ്റെ മൈസെൽഫ് അല്ലെങ്കിൽ എൻ്റെ സെൽഫ് വർത്തിനെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യമില്ല. അത് ആ ഇൻറ്റേർണൽ എക്സാം അല്ലെങ്കിൽ അതൊരു യൂണിവേഴ്സിറ്റി എക്സാംസ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത്, അതെവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയത്, അല്ലാതെ എൻ്റെ ജീവിതത്തിന് അത് ബാധിക്കുന്നൊന്നുമില്ല. മാക്സിമം ഒരു 6 months കഴിഞ്ഞിട്ട് അടുത്തൊരു എക്സാം എഴുതണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് വളരെ സൗമ്യമായിട്ട് ആ ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ അക്സെപ്റ്റ് ദിസ് ഫെയിലിയേഴ്സ്, അത് ഈവൻ കുട്ടികൾക്കും പാരൻസിനും പറ്റുന്നില്ല. കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ പാരൻസിന് ആ കുട്ടി ഫെയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഈ എന്തുകൊണ്ടാണ് പഠിച്ചില്ല എന്നുള്ളതല്ല. അപ്പോൾ ആ ഫെയിലിയറിനെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫെയിൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ഫെയിലിംഗ്, എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് പറ്റുള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിലൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതം ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനിൽ പോവില്ല, അല്ലേ? ദർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ്. അതെന്താ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് പറ്റുന്ന വെച്ചാൽ ടിൽ 12th നമ്മളെല്ലാവരും ഭയങ്കര നമ്മുടെ സിലബസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഓൾ വെരി എന്തൂസിയാസ്റ്റിക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ഈസ് വർക്കിംഗ്, പെൻ ആൻഡ് പേപ്പർ. സോ ആ 12th സ്റ്റാൻഡേർഡ് വരെ 100% എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിബിളായ കാര്യമായിരിക്കാം. പക്ഷേ ഇൻ ടു എ ഹയർ സ്റ്റഡീസിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ 100% എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിംഗ് അപ്പ് ദിസ് അൺറിയലിസ്റ്റിക് ഗോൾ മൈറ്റ് ബി വി ഹാവ് ടു ചേഞ്ച് ദാറ്റ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന കുറച്ചും കൂടി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വേണം. സോ ഡസൻ മീൻ ദാറ്റ് ഒരു കുട്ടി ഫെയിൽ ആയി കഴിഞ്ഞാൽ ഐ തിങ്ക് ദ കമ്മ്യൂണിറ്റി ഷുഡ് സപ്പോർട്ട് ദം റാദർ ദാൻ ഈ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ കമൻറ്റ്സ് ഒഴിവാക്കി ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.